ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രൊജക്ടറാണ്. കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്രൊജക്ടർ. ഇതാണ് നമ്മുടെ പ്രൊജക്ടർ വരുന്നത്. പ്രൊജക്ടറിന്റെ പേര് തന്നെ നമുക്കറിയാം, കിഡ്സ് സ്റ്റോറി പ്രൊജക്ടർ എന്നാണ് ഇതിന്റെ നെയിം വരുന്നത്. ബോക്സ് തന്നെ വളരെ ചെറിയൊരു ബോക്സ് ആണ്. അപ്പോൾ അതിനുള്ളിൽ പ്രൊജക്ടറും അത്യാവശ്യം ചെറിയ തന്നെ ആയിരിക്കും. ഏതായാലും നമുക്ക് ആദ്യം തന്നെ ബോക്സ് ഓപ്പൺ ചെയ്ത് പ്രൊഡക്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ബോക്സിന്റെ മുകളിലായിട്ട് തന്നെ താങ്ക്സ് ഫോർ ചൂസിങ് ഒന്നും, അതുപോലെ തന്നെ പ്രൊജക്ടറിന്റെ ഒരു 5-6 ഫോട്ടോ 4 വശത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഏതായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മുകളിലായിട്ട് തന്നെ ഒരു യൂസർ ഗൈഡാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കളർഫുൾ യൂസർ ഗൈഡ് തന്നെയാണ്. ഇംഗ്ലീഷിൽ യൂസർ ഗൈഡ് ഉണ്ട് ഇതിൽ. ശേഷം ഇതിന്റെ റിമോട്ട് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം AV കേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പവർ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ടിന്റെ പവർ അഡാപ്റ്ററാണ് ഇതിനോട് കൂടി വരുന്നത്. ശേഷമാണ് നമ്മുടെ പ്രൊജക്ടർ വരുന്നത്. ഇതാണ് നമ്മുടെ മിനി പ്രൊജക്ടർ വരുന്നത്. ഇത്രയും തന്നെയാണ് ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ ചെറിയ ഒരു കുഞ്ഞു പ്രൊജക്റ്റ് എന്ന് തന്നെ പറയാം. ഇതിന്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു കുട്ടികളുടെ ടോയുടെ രൂപത്തിലാണ് ഈ ഒരു പ്രൊജക്ടർ നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലെ ഒരു കണ്ണും അതുപോലെ ഒരു ചിരിച്ചിരിക്കുന്ന ഒരു മുഖഭാവവുമായിട്ടാണ് ഈ ഒരു പ്രൊജക്ടർ വന്നിട്ടുള്ളത്. ഇതിന്റെ വശങ്ങളിലേക്ക് നോക്കിയാണ് നിങ്ങൾ 2 വശത്തുമായിട്ട് സ്പീക്കർ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പിൻഭാഗത്തായിട്ടാണ് ഇതിലേക്കുള്ള കണക്ഷൻസ് കൊടുക്കുന്നത്. ഇതിലായിട്ട് ഒരു IR ബ്ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്കുള്ള പവർ അഡാപ്റ്ററിന്റെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു HDMI പോർട്ട്, USB പോർട്ട്, ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ട്, പിന്നെ AV ഇൻപുട്ട് സ്ലോട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റിസീവറിൽ നിന്നൊക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മുകൾ വശത്തായിട്ട് കുറച്ച് ബട്ടൺസ് നമുക്ക് കാണാൻ സാധിക്കും. അതിലായിട്ട് നമുക്ക് നെക്സ്റ്റ്, പ്രീവിയസ്, അതുപോലെ ഓക്കെ, റിവേഴ്സ് ബട്ടൺ, പിന്നെ ഇതിന്റെ ഒരു ഓൺ ഓഫ് ബട്ടണുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരി ചെയ്ത് നടക്കുന്ന ഒരു ഹോൾഡിംഗ് ഭാഗവും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിലൊരു ഗ്രീന് വൈറ്റ് മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്കൊരു ഫോക്കസിങ്ങിനുള്ളൊരു ബട്ടണാണ് കൊടുക്കുന്നത്. ഇതൊരു ബട്ടണല്ല, ഒരു റോളാണ്. ഇത് റോൾ ചെയ്തിട്ടാണ് നമ്മൾ ചുമരിലേക്ക് അടിക്കുമ്പോൾ ഇതിന്റെ ഫോക്കസ് സെറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രൊജക്ടറും പിന്നെ ഒരു LED ഇൻഡിക്കേഷൻ നമുക്ക് ചിരിക്കുന്ന ആകൃതിയിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴ്വശത്തായിട്ട് നമുക്കൊരു സ്ക്രൂ മൗണ്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് സെൽഫി സ്റ്റിക്കിലോ കാര്യത്തിലൊക്കെ മൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊജക്ടറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതൊരു പ്ലെയിൻ സർഫേസിൽ മാത്രമാണ് പ്രൊജക്ടർ മാത്രമായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലായിട്ട് താഴെ മൗണ്ട് ഫിക്സ് ചെയ്യാനും സാധിക്കും. ഏതായാലും ഇനി നമുക്ക് പ്രൊജക്ടറിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിലെ ഈ പ്രൊജക്ടർ വരുന്നത് ഒരു LED പ്രൊജക്ടറാണ്. ഇത് 700 ലൂമിൻസ് ബ്രൈറ്റ്നെസ് നൽകുന്നുണ്ട്. കൂടാതെ ഇത് നമുക്ക് മാക്സിമം വലുതാക്കാൻ വരുന്നത് ഒരു 20 ഇഞ്ച് മുതൽ 70 ഇഞ്ച് വരെയാണ്. ഇതൊരു കുട്ടികൾക്കുള്ള പ്രൊജക്ടർ ആണെന്ന് കൂടി മനസ്സിലാക്കണം. അതായത് ചെറിയ കുട്ടികൾക്ക് നമുക്ക് കാർട്ടൂൺ കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സാധാരണ ഉപയോഗിച്ച് വരുന്നത്. 2 to 3 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഇതിന്റെ പിക്ചർ ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് ലഭിക്കുക. കൂടാതെ ഇതിന്റെ പ്രൊജക്ടറിന് 30,000 മണിക്കൂറാണ് ലൈഫ് പറയുന്നത്. പ്രൊജക്ടറിന് ഏകദേശം 423 ഗ്രാമാണ് ഭാരം വരുന്നത്. 5.5 ഇഞ്ച് നീളവും വീതിയുമാണ് വരുന്നത്. പിക്സൽ റേറ്റ് വരുന്നത് 320x240 പെൻഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ SD കാർഡ് കണക്ട് ചെയ്തുകൊണ്ടും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. കൂടാതെ ഇതിൽ നമുക്ക് TV റിസീവറിൽ നിന്ന് ഔട്ട്പുട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലൊക്കെ വീഡിയോസ് കാണാൻ സാധിക്കും. അതിനായിട്ട് ഇതിനോടൊപ്പം തന്നെ ഒരു AV കേബിൾ കൊടുക്കുന്നുണ്ട്. ഈ കേബിളിൽ നമുക്ക് റിസീവറിന്റെ ഇൻപുട്ട് നൽകിയാൽ ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ വീഡിയോസ് കാണുവാനൊക്കെ സാധിക്കും. അതുപോലെ HDMI കണക്ഷനും ഇതിൽ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഈ കിഡ്സ് സ്റ്റോറി മിനി പ്രൊജക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഖത്തറിൽ ഓഫ്ലൈൻ ആയിട്ട് ലഭിക്കുന്ന സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ്, ഇതിന്റെ പ്രൈസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.